യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് വൈദിക പരിശീലനത്തിൻ്റെ അവസാന ഘട്ടമായ ദൈവശാസ്ത്ര പഠനത്തെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളേവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയത് ദൈവശാസ്ത്ര പഠനത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ ആധ്യാത്മിക പരിശീലനം എത്രമാത്രം ആഴത്തിൽ വേണമെന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇനി അതുമാത്രം മതിയോ, ഇനിയും കൂടുതൽ പരിശീലനങ്ങൾ ഏതെങ്കിലും തലത്തിൽ വേണമോ? അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛൻ എന്താണ് പങ്കുവയ്ക്കാൻ? ദൈവശാസ്ത്ര പഠന കാലഘട്ടത്തിൽ അജപാലന രംഗത്തുള്ള പരിശീലനവും കൂടി വൈദിക വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പരിശീലനം ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കണം ദൈവശാസ്ത്ര പഠന സമയത്ത് ഉണ്ടായിരിക്കേണ്ടത് എന്ന് സഭ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് വൈദിക സെമിനാരികൾ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിൽ പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് ഞായറാഴ്ചകളിലൊക്കെ ഏറ്റവും അടുത്തുള്ള എന്നുള്ള കുറച്ച് ചിലപ്പോൾ അകലെയുള്ള ഇടവകളിൽ കാറ്റഗിസം വേദോപദേശം പഠിപ്പിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് യൂത്ത് ക്ലാസ് കാറ്റഗിസം പഠിപ്പിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഡീക്കൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രസംഗിക്കാനായിട്ട്, കുർബാന മധ്യേ പ്രസംഗിക്കാനായിട്ടുള്ള അവസരം ഇടവക വികാരിമാർ നൽകുന്നു. അവർക്കറിയാം, അവരുടെ റിക്വസ്റ്റ് കണക്കിലെടുത്തുകൊണ്ടാണ് റെക്ടർമാർ ഇങ്ങനെ വൈദിക വിദ്യാർത്ഥികളെ ഇടവക ദേവാലയങ്ങളിലേക്കൊക്കെ അയക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അച്ഛന്മാർ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വികാരിച്ചന്മാർ ഈ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിൻ്റെ ഭാഗമാണ് ഇടവകളിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്നത് ഞായറാഴ്ചകളിൽ എന്നവർക്കറിയാം. അപ്പോൾ അവർ തീർച്ചയായിട്ടും സഹായിക്കും വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിൽ. അപ്പോൾ ഇവർ കുടുംബ പ്രാർത്ഥനയിൽ, പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ, യോഗങ്ങളിൽ ഒക്കെ ഇവരെ പങ്കെടുപ്പിക്കും. അപ്പോൾ അങ്ങനെ ഇവർക്ക് അജപാലന രംഗത്ത് ഒരു പരിശീലനം ഈ കാലഘട്ടത്തിൽ, ഈ 4 വർഷത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഡീക്കനായിരിക്കുമ്പോൾ വൈദിക പരിശീലനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വർഷം കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകളുമായിട്ട് അവർക്ക് ഇടപെടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഇടവകയിൽ ചെല്ലുമ്പോൾ ഈ ഇടവകയിലെ ഈ വൈദിക വിദ്യാർത്ഥിയുടെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ള കാര്യം റെക്ടറച്ചന് ഈ ഇടവക വികാരിയോട് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഇടവക വികാരിച്ചന് എന്തെങ്കിലും ഈ ചമാശനെ തിരുത്തേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകളിൽ, സംസാരത്തിൽ ഒക്കെ എന്തെങ്കിലും തിരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്നേഹബുദ്ധിയെ തിരുത്തും. അല്ലെങ്കിൽ അത് റെക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തും എന്നുള്ളതാണ്. ഇതും വൈദിക പരിശീലനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജപാലനപരമായിട്ടുള്ള രംഗത്തുള്ള പരിശീലനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 4 കൊല്ലം നീണ്ട പരിശീലനത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ആഴമായ കാര്യങ്ങൾ പഠിക്കുന്നു. സ്വാഭാവികമായിട്ടൊരു വീർപ്പുമുട്ടൽ, ഇതെന്തൊരു പഠനമാണ്, ഇവർക്ക് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ ഉണ്ടോ, ഇവരുടെ കലാസാംസ്കാരികമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ ഈ സെമിനാറിലുണ്ടോ? സാറ് ചോദിച്ചു ഏതായാലും നന്നായി. ഒരുപക്ഷെ ഈ പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും സംശയമാകും, ഇത് എത്ര ഉയർപ്പ് മുട്ടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സെമിനാരി പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത്. ഒരുപാട് പഠനമുണ്ട്, പ്രാർത്ഥനയുണ്ട്,
ഇതുപോലെ തന്നെ ഇവരെ നോക്കാനായിട്ടും നിയന്ത്രിക്കാനായിട്ടും തിരുത്താനായിട്ടും ഒക്കെയുള്ള ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. പരീക്ഷകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വീർപ്പ് മുട്ടിക്കുന്ന ഒരു പ്രയാസം ഒരു കാലഘട്ടം അല്ലേ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാനായിട്ട് ഇടയുണ്ട്. പക്ഷേ സാറ് ചോദിച്ചത് ഏതായാലും നന്നായി ഇങ്ങനെയുള്ളൊരു കാര്യം ചോദിച്ചത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, വിശ്രമം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ സാറ് പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഒരു സന്തോഷത്തോടു കൂടി ഈ കാലഘട്ടം ചെലവഴിക്കാനായിട്ടുള്ള അവസരം സെമിനാരിയിൽ ആരംഭം മുതൽ തന്നെ, മൈൻഡ സെമിനാരി മുതൽ തന്നെ വൈദിക പരിശീലനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലുമുണ്ട്. അതായത് മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസത്തിനുകൊണ്ടുള്ള ഒരു അവസരം സെമിനാരിയിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഉല്ലാസത്തിനുള്ള ഒരുപാട് സമയമുണ്ട്. അപ്പോൾ എല്ലാം ടൈം ടേബിളുള്ളത്. ഫ്രീ ടൈമുണ്ട് ഇവർക്ക്, വൈദിക വിദ്യാർത്ഥികൾക്ക് ഫ്രീ ടൈമുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കളിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഫിസിക്കൽ എക്സർസൈസ്, അതൊരു മാനസിക ഉല്ലാസത്തിനും അത് കാരണമാകുന്നുമുണ്ട്. എല്ലാ തരത്തിലുമുള്ള, ഇപ്പം ആലുവ പോലെയുള്ള സെമിനാരിയിൽ എല്ലാ തരത്തിലുള്ള ഗെയിംസ് ഉണ്ടാകും. ഉദാഹരണമായിട്ട് ബാസ്ക്കറ്റ് ബോളുണ്ട്, വോളിബോളുണ്ട്, ഫുട്ബോളുണ്ട്, ബാഡ്മിൻ്റനുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഗെയിംസ് അവിടെയുണ്ട്. അത് പല ടീമുകളുണ്ട്. ഇത്രയും വൈദിക വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, 400 വൈദിക വിദ്യാർത്ഥികൾ, ഫിലോസഫിയും തിയോളജിയും കൂടെ കൂടുമ്പോൾ 400-ലധികമൊക്കെയുള്ള വൈദിക വിദ്യാർത്ഥികളൊക്കെ ഉള്ളപ്പോൾ കൂടുതൽ ആളുകൾ ഈ പറയുന്ന പല കളികൾക്കായിട്ട് മാറുന്നുണ്ട്. പല കോർട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസരമുണ്ട്. മാത്രമല്ല, ഇത് അടുത്തുള്ള ചില കോളേജുകളുമായിട്ട് പണ്ട് ഇൻ്റർ കോളേജിയേറ്റ് മത്സരങ്ങളൊക്കെ, ബാസ്ക്കറ്റ് ബോൾ മത്സരം മംഗലപ്പുഴ സെമിനാരിയൊക്കെ ആണെങ്കിൽ ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു. ഈ പറയുന്ന ബാസ്ക്കറ്റ് ബോൾ ടീമിൻ്റെ കാര്യത്തിൽ വളരെ പ്രസിദ്ധമായിരുന്നു. മറ്റ് കോളേജുകളുമായിട്ടൊക്കെ മത്സരിക്കുകയും ഇവർക്ക് ട്രോഫി ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ടുള്ള മത്സരങ്ങളും ഒക്കെ നടത്തി അങ്ങനെയുള്ള ഒരു കായികമായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം, ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. മാത്രമല്ല, പണ്ടത്തെ കാലത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണമായിട്ട് നോക്കുമ്പോൾ അതൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്ടർമാർ അതുപോലെ ഫോർമേറ്റേഴ്സൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഞാനൊരു കാര്യം ഓർക്കുന്നെന്ന് പറയുന്നത്, പണ്ട് ഒരു വൈദിക വിദ്യാർത്ഥി, അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ബാസ്ക്കറ്റ് ബോൾ കളിക്കാരനായിരുന്നു. അദ്ദേഹം വൈദിക വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ റഫറി പരീക്ഷ എഴുതാനായിട്ട്, അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അനുവദിക്കുകയും അദ്ദേഹം റഫറി പരീക്ഷ പാസ്സാവുകയും ചെയ്തു. ഒരു വൈദിക വിദ്യാർത്ഥി. അദ്ദേഹം വൈദികനായിത്തീർന്നതിന് ശേഷം ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു ഏഷ്യാഡിൽ അദ്ദേഹം റഫറിയായിട്ട്, ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു റഫറിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കായിക രംഗത്ത് ഉള്ള പ്രോത്സാഹനം വൈദിക വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ രംഗത്ത്, അതുപോലെ തന്നെ കലാരംഗത്ത് ഉണ്ട് ഒരു ഇതുണ്ട്. കായികവും കലാപരം സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് ഉള്ള വൈദിക വിദ്യാർത്ഥികളുടെ പ്രവർത്തനം ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് മനുഷ്യരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനായിട്ടും ആ പ്രയാസങ്ങൾ ഇവരാലാവുന്ന വിധത്തിൽ ലഘൂകരിക്കാനായിട്ടും മാറ്റാനുമൊക്കെ ആയിട്ടൊക്കെയുള്ള ഒരു അവസരമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സഹായം, ഇപ്പം വീട് പണിക്ക് സഹായിക്കുന്ന വൈദിക വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീട് പണിക്ക് കായികമായിട്ട് തന്നെ അധ്വാനിക്കുന്ന സോഷ്യൽ സർവീസിൻ്റെ ടീമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ആളുകളുടെ യോഗ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഫണ്ട് വിതരണം ചെയ്യുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുമായിട്ടൊക്കെ ഇടപെടാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. പിന്നെ സാഹിത്യരംഗത്ത് കഴിവുള്ള വൈദിക വിദ്യാർത്ഥികളെ, അവരുടെ കഴിവ് തെളിയിക്കാനായിട്ടുള്ള അവസരമുണ്ട്. നല്ല കഴിവുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ട്.
ഒരുപക്ഷെ സാറിന് അറിയാമോയെന്ന് എനിക്കറിയില്ല, SH ലീഗ് എന്നും പറഞ്ഞുകൊണ്ട് ആലുവ സെമിനാരിൽ SH ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ ചില പുസ്തകങ്ങൾ വൈദിക വിദ്യാർത്ഥികൾ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. സാഹിത്യരംഗത്ത് അതിൽ വഴിയായിട്ടൊക്കെ അറിയപ്പെടുന്ന വൈദികർ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാഹിത്യരംഗത്തും കലാരംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ വൈദിക വിദ്യാർത്ഥികൾ വൈദിക വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം അവർക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവശാസ്ത്ര പഠന സമയത്ത് ലഭിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫാദർ വടക്കൻ, അദ്ദേഹം സാമൂഹ്യ രംഗത്തൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം വൈദിക വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ മംഗലപ്പുഴ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രസംഗിക്കാനായിട്ട്, പ്രത്യേകിച്ച് സാമൂഹിക വിഷയങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഇടപെടാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും അദ്ദേഹം പുറത്ത് പോയി പ്രസംഗിക്കാനായിട്ടുള്ളൊക്കെ അവസരം അന്നത്തെ റെക്ടർമാർ കൊടുത്തിട്ടുണ്ട് എന്ന് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. വടക്കനച്ചനെ കുറിച്ച് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ മനുഷ്യരുടെ പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം വൈദിക വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ ഇടപെടാനുള്ള അവസരം അദ്ദേഹത്തിന് അന്നത്തെ അധികാരികൾ നൽകിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സഫോക്കേഷൻ, ശ്വാസം മുട്ടിക്കുന്ന ഒരു കാലഘട്ടമല്ല വൈദിക പരിശീലന കാലഘട്ടം എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ആളുകൾക്ക് പൊതുവെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം. ഈ സെമിനാരി ജീവിതം യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു സ്ഥലമാണ്, ഒരു ജയിൽ പോലെയാണെന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളുകളും സമൂഹത്തിലുണ്ട്. അത് ഒരുപക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോഴെങ്കിലും സംഭവിച്ചിട്ടായിട്ട് എനിക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെമിനാരിയിൽ നിന്നുമൊക്കെ പഠനം പൂർത്തിയാക്കാതെയൊക്കെ പോകുന്ന ആളുകൾ, വൈദിക വിദ്യാർത്ഥികൾ, ചിലപ്പോൾ സെമിനാരിയിൽ നിന്നൊക്കെ ഇങ്ങനെ ദൈവവിളിയില്ല, പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളിയില്ല, അതുകൊണ്ട് പിന്തിരിയുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തിയൊക്കെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന പറയുമ്പോൾ ഇല്ല എന്ന് അവർക്ക് ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ വിടുന്ന ആളുകൾ അവർ തൃപ്തരല്ലാതെ പോരുമ്പോൾ സെമിനാരിയിൽ അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല, സെമിനാരിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നത് അതുകൊണ്ട് ആയിരിക്കാം. പക്ഷേ അതുകൊണ്ട് എങ്ങനെ എനിക്ക് തോന്നിയിരിക്കുന്നത്, എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്യാരക്ടർ ഫോർമേഷൻ, വൈദികൻ്റെ സ്വഭാവത്തിന് വേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങളുണ്ടെന്നുള്ളതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നിയമങ്ങളുണ്ട്. അത് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ആ നിയമങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്നൊക്കെ തോന്നാം. പക്ഷേ വൈദികൻ്റെ ജീവിതത്തിൽ വേണ്ട ചില അച്ചടക്കങ്ങൾ പരിശീലിക്കാനായിട്ടുള്ളൊരവസരമാണ്. ഉദാഹരണമായിട്ട് മിണ്ടടക്ക സമയം, സംസാരിക്കാൻ പാടില്ലാത്ത, അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് പാടില്ലാത്ത, ഉദാഹരണമായിട്ട് രാത്രിയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ കാപ്പിയുടെ സമയം വരെയുള്ള സമയം കഠിന മിണ്ടടക്കത്തിൻ്റെ സമയമാണ്, സംസാരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പം പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോഴത്തേക്കും ഇതെന്ത് നിയമമാണ്, മിണ്ടിക്കഴിഞ്ഞാൽ എന്താ അത് പാപമാണോ, ഒന്ന് തമാശയൊക്കെ പറഞ്ഞ് ആ സമയത്തൊക്കെ ചിലവഴിക്കുന്നു, അല്ല, അതിന് സ്വയം നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഇതാണ്. അതായത് എനിക്ക് തോന്നിയതുപോലെ ചെയ്യാനായിട്ടുള്ളതല്ല ചില കാര്യങ്ങളെന്നുള്ള. അപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, ഒന്നൊരു കാര്യം. രണ്ടാമത് പ്രാർത്ഥനയുടെ പിറ്റേ ദിവസത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ ശരിക്കും എന്താണ് അടുത്ത ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ടുകൂടിയാണ്. അപ്പോൾ ഒരു സൈലൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സൈലൻസും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിശീലനം, അതുപോലെ ഇന്ന സമയത്ത് ഭക്ഷണം തോന്നിയ സമയത്ത്, ഞാനൊരു പേരയ്ക്ക കണ്ടു ജോലി ചെയ്തോണ്ട സമയത്ത്, ഉടനെ അത് പറിച്ചു, അത് കഴിച്ചു. അപ്പോൾ ഈ റൂൾ ഓഫ് ഈറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഇത് അങ്ങനെയുണ്ട്, സെമിനാരിയിലുണ്ട്. അപ്പോൾ ഇതെന്ത് നിയമമാണെന്നൊക്കെയുള്ള ഒരു ചിലപ്പോൾ ആൾക്കാർ ചോദിച്ചേക്കാം. പക്ഷേ അതിനകത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നിയമത്തിൻ്റെ അർത്ഥവും അതിൻ്റെ മൂല്യമൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്യുന്നതല്ല ഒരു ഫ്രീഡം എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച്, എനിക്ക് എന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നുള്ള. നമുക്കിപ്പോൾ ഈ പരിശീലന കാലം പൂർത്തിയായി കഴിയുമ്പോൾ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, അത് ഒരു സ്വാഭാവികമായിട്ടും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ഒരു പരീക്ഷയും
അതിനുള്ള പ്രൊമോഷൻ, അതിൻ്റെ ആ രീതി എന്താണ്? അതെ സാറ്, അപ്പോൾ ഈ 4 വർഷത്തെ അല്ലെങ്കിൽ 3.5 വർഷത്തെ ദൈവശാസ്ത്ര പഠനം കഴിയുമ്പോൾ അതിൻ്റെ അവസാനം പറഞ്ഞ പോലെ ഒരു പരീക്ഷയുണ്ട്. ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയുണ്ട്. ഒരു കോംപ്രഹെൻസീവ് ഓറലും കോംപ്രഹെൻസീവ് റിട്ടണും വാചാ പരീക്ഷയുണ്ട്, എഴുത്ത് പരീക്ഷയുണ്ട്. അപ്പോൾ ഒരു അല്പം കഠിനമായിട്ടുള്ള പരീക്ഷയാണ്. അപ്പം ഇതുവരെയൊക്കെ പഠിച്ച പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു പാനലിൻ്റെ മുമ്പിൽ, പല പാനൽ കാണും, ഒരെണ്ണത്തിൻ്റെ അല്ല, ബൈബിളിൻ്റെ ഒരു പാനൽ കാണും, മോറൽ തിയോളജിയുടെ വേറൊരു പാനൽ കാണും, ഡോഗ്മാറ്റിക് തിയോളജിയുടെ വേറൊരു പാനൽ കാണും. ഇങ്ങനെ ഓരോ ഗ്രൂപ്പിൻ്റെ പാനലിൻ്റെ മുമ്പിൽ ഒക്കെ വൈദിക വിദ്യാർത്ഥി ചെന്ന് അവരുടെ മുമ്പിൽ, ഇപ്പോൾ ഓരോ പാനലിൻ്റെയും മുമ്പിൽ നിശ്ചിത സമയം, വാചാ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഉത്തരം, ചോദ്യങ്ങൾക്ക് ഉത്തരം, വൈവ, അപ്പോൾ അതിന് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട, അത് ചിലപ്പോൾ വൈദിക വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അതിനുള്ള ഒരുക്കം എന്ന് പറയുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള ഒരുക്കം തന്നെയാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കാനായിട്ടും. കാരണം അങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പഠിച്ചിട്ട് ഇറങ്ങേണ്ട ഒരു പുരോഹിതനാണെന്നുള്ളൊരു കാര്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒരു എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന വിഷയങ്ങളാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ള, അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം, ആ ചോദ്യത്തിന് 3 മണിക്കൂർ ഉത്തരം എഴുതാണ്. ഒറ്റ ചോദ്യമാണ് സാധാരണഗതിയിൽ കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരീക്ഷ അവസാനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷയും പാസ്സാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടാണ്, പരീക്ഷ പാസ്സാകുക എന്നുള്ളതല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ വൈദിക വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് അധികാരികൾക്ക് റെക്ടർ അദ്ദേഹത്തിൻ്റെ കൗൺസിലുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം, റെക്ടർ മാത്രമല്ല, റെക്ടർക്കൊരു കൗൺസിലുണ്ടാകും. അപ്പോൾ ആ കൗൺസിൽ മെമ്പേഴ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഈ വൈദിക വിദ്യാർത്ഥിയെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ്. സമഗ്ര റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഒരു വാചകത്തിൽ ഒതുക്കി നിൽക്കുന്ന ഒരു റിപ്പോർട്ടല്ല. ഇപ്പോൾ ഓരോ വൈദിക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞങ്ങൾക്ക് സഭയിൽ ഉള്ള ഒരു കാര്യം ഞങ്ങൾക്കറിയാവുന്ന, ഓരോ വൈദിക വിദ്യാർത്ഥിക്കും അയാളുടെ പരിശീലന കാലഘട്ടത്തിൻ്റെ, പ്രത്യേകിച്ച് നൊവീഷ്യറ്റ് കഴിയുന്ന അന്ന് മുതൽ, നൊവീഷ്യറ്റിൻ്റെ കാലഘട്ടം മുതൽ ഓരോരുത്തർക്ക് ഓരോ ബുക്കുണ്ടായിരിക്കും, റിപ്പോർട്ട് ബുക്കുണ്ടാവും. ഓരോരുത്തരെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ബുക്കുണ്ടായിരിക്കും. ആ റിപ്പോർട്ട് ബുക്കിൽ അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അയാളുടെ ഈ പൗരോഹിത്യ പരിശീലനത്തിനായിട്ടുള്ള കാലഘട്ടത്തിൽ, ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷവും എന്ത് മാത്രം പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട്, സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടുണ്ടാകും. അത് ആധ്യാത്മിക കാര്യങ്ങൾ, അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പക്വതയുടെ കാര്യത്തിൽ, മനഃശാസ്ത്രപരമായിട്ടുള്ള പക്വത, മാനസികമായിട്ടുള്ള പക്വത. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഒരു എവാലുവേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ബുക്ക് ഓരോ പീരീഡ് കഴിയുമ്പോഴും, ഇപ്പം നൊവിഷ്യറ്റ് കഴിഞ്ഞു, ഫിലോസഫിക്ക് അതിൽ പാസ് ചെയ്യും, ഫിലോസഫി കാലഘട്ടം കഴിഞ്ഞ് തിയോളജി. അപ്പോൾ ഇങ്ങനെ ഒരു വൈദികനായിട്ട് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അവസരത്തിൽ ഈ പുസ്തകം നോക്കി കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്കറിയാൻ പറ്റും ഇയാളുടെ ജീവിതത്തെക്കുറിച്ച്, അയാളുടെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ പിന്നീട് വരുന്ന അധികാരികൾക്കൊക്കെ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ 4 വർഷത്തെ പരിശീലനം കഴിഞ്ഞിട്ട്, ദൈവശാസ്ത്ര പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ട്, സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ഈ അടക്കം ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പൗരോഹിത്യ പട്ടം സ്വീകരിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ലയോ എന്ന് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു. പക്ഷേ തീരുമാനമെടുക്കുന്നത് അധികാരികളാണ്. ബിഷപ്പോ അല്ലെങ്കിൽ സുപ്പീരിയർ ജനറലോ പ്രൊവിൻഷ്യലോ ആണ് ഇത് തീരുമാനം എടുക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു റിപ്പോർട്ട് അതിനെ ബാധിച്ചത്. പലപ്പോഴും കാണുന്നതാണ്, പട്ടം സ്വീകരിക്കുന്ന കർമ്മം ചിലപ്പോഴൊക്കെ ഒരു വലിയ ആർഭാടമായിട്ട് തീരുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച്, കാരണം ചിലപ്പോഴൊക്കെ അത് ഒരു
ലിമിറ്റ് വിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഒരു വ്യക്തിയുടെ, ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ, ഇടവക സമൂഹത്തിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തിയുടെ തിരുപ്പട്ട സ്വീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട, അത് സ്വീകരിക്കുന്ന വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ മാത്രമല്ല, ഇടവക സമൂഹത്തിനും അതുപോലെ തന്നെ സഭയ്ക്കും, തിരുസഭയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ആത്മീയമായിട്ടുള്ള വലിയൊരു ശുശ്രൂഷയാണ്. അത് ആഘോഷിക്കേണ്ടതാണ്, അത് സംശയമില്ല, ഒരു ആഘോഷമായിട്ട് നടത്തേണ്ടതാണ്. പക്ഷേ ഈ ആഘോഷത്തിൻ്റെ സാറ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു ലാളിത്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്, അത് പൗരോഹിത്യം സ്വീകരിക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ ഈ പൗരോഹിത്യ സ്വീകരണത്തിന് ആഘോഷം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന കുടുംബാംഗങ്ങളും ഇടവക സമൂഹവും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ്, ഒരു പുരോഹിതനാണ്, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന ഒരാളാണ്. അപ്പം ക്രിസ്തുവിൻ്റെ ജീവിതശൈലി സ്വീകരിക്കുകയും പ്രത്യേകിച്ച് ലാളിത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ലാളിത്യം ആഘോഷത്തിലും ഉണ്ടാകേണ്ടതാണ്. ചിലപ്പോഴെങ്കിലും നേരെ സാറ് പറഞ്ഞതുപോലെ, ഞാൻ എപ്പോഴും ജനറലൈസ് ചെയ്യുന്നില്ല, ഇത് പൊതുവായിട്ട് സംഭവിക്കുമെന്ന് പറയുന്നില്ല, പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ ആഘോഷം വളരെ വിപുലമാക്കുന്ന, ഒരുതരം ആർഭാടം ഇല്ലാത്തതുപോലും ഏതാണ്ട് ആൾക്കാരോട് വായ്പ ചോദിച്ചല്ലേ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് ഒക്കെ വലിയ ആഘോഷമായിട്ടൊക്കെ നടത്തുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളെങ്കിലും ഉണ്ട്. പക്ഷെ അത് ഒഴിവാക്കാനായിട്ട് അധികാരികൾ, സഭയിലെ അധികാരികൾ പ്രത്യേകമായിട്ട് ഈ കാലയളവിൽ വൈദിക വിദ്യാർത്ഥികളോട്, പട്ടം സ്വീകരിക്കാനുള്ള വൈദിക വിദ്യാർത്ഥികളോടും അവരുടെ മാതാപിതാക്കന്മാരോടും പ്രത്യേകിച്ച് പറയാറുണ്ട്, ഇങ്ങനെയുള്ളൊരു കാലത്ത് ലളിതമായിരിക്കണം എന്നുള്ളൊരു കാര്യം അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇത് സാറ് പറഞ്ഞപ്പോഴും മറ്റൊരു കാര്യം കൂടി, നമുക്ക് ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ നമ്മളറിയാതെ തന്നെ കടന്ന് കൂടുന്നുണ്ട്. ചിലയിടത്തെങ്കിലും ഈ പട്ടം സ്വീകരിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ പട്ടം സ്വീകരിക്കുന്ന വൈദിക വിദ്യാർത്ഥിയുടെ വീട്ടിൽ തലേ ദിവസം വൈകുന്നേരം ഒരു പ്രാർത്ഥന നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഒരു പ്രാർത്ഥന, അതായത് പട്ടം സ്വീകരിക്കാനുള്ള വൈദിക വിദ്യാർത്ഥിയും ഇടവകയിലെ വികാരിയച്ഛനും കുടുംബാംഗങ്ങളും കൂടെ ചേർന്നൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അത് പിന്നീട് പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ട്, പ്രാർത്ഥന കഴിഞ്ഞ്, ചെറിയ പ്രാർത്ഥനയാണ്, പ്രാർത്ഥന കഴിഞ്ഞ് ഈ പട്ടം സ്വീകരിക്കാനുള്ള അർത്ഥിയെ രൂപത കേന്ദ്രത്തിലേക്ക് അച്ഛനും കുടുംബാംഗങ്ങളും കൂടെ കൊണ്ടുപോയാക്കുന്നു പിറ്റേ ദിവസത്തെ പട്ടസ്വീകരണത്തിനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പതിവുണ്ട്, ഈ പുതിയ പതിവ് പലയിടത്തും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. പക്ഷേ അതുപോലും ആർഭാടമാകത്തക്ക വിധത്തിലുള്ളതായിട്ട് മാറിയിട്ടുണ്ട് ചിലയിടത്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വൈദിക പരിശീലനത്തിൻ്റെ 4ാമത്തെയും അവസാനത്തെയുമായ ദൈവശാസ്ത്ര പഠനത്തെക്കുറിച്ചാണ്. ഈ ദൈവശാസ്ത്ര പഠനത്തിൽ ആധ്യാത്മിക തലവും അജപാലനപരവുമായ വളർച്ചയെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ ചർച്ച പൂർത്തിയായിട്ടില്ല, ഏതാനും ചോദ്യങ്ങൾ കൂടെ നമുക്ക് അവശേഷിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ തുടരുകയാണ്. ഇത്രയും സമയം നമ്മളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.